ഏത് ഗിറ്റാറിലാണോ പ്രണയാർദ്രമായി ഹൃദയജാലകങ്ങൾ തുറക്കുന്നത്? ഏതു വയലിൻ തന്ത്രിയിലാണോ നിലാവിൻ്റെ പാരിജാതങ്ങൾ വിടരുന്നത്? ഏതു തബലയിലാണോ നാട്ടിൻപുറത്തിൻ്റെ തുടിതാളങ്ങൾ മുഴങ്ങുന്നത്? ഏത് ഓടക്കുഴലിലാണോ ലാവണ്യത്തിൻ്റെ സൗന്ദര്യച്ചെപ്പ് തുറക്കപ്പെടുന്നത്? ആ അനശ്വര സംഗീതധാരയുടെ പേരാണ് ജോൺസൺ. നാട്ടിൻ പുറത്ത് ജനിക്കാനായില്ലെങ്കിൽ നിങ്ങൾ ജോൺസന്റെ സംഗീതത്തിൽ ജീവിക്കുക. മഴയുടെ സുഖകരമായ കുളിര് നുകരാനായില്ലെങ്കിൽ നിങ്ങൾ ജോൺസന്റെ സംഗീതത്തിൽ സ്വയം നനയുക. നിലാവിൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജോൺസന്റെ സംഗീതത്തിൽ വിലയിക്കുക. ഒരു ഹാർമോണിയത്തിൽ തുടങ്ങി ഒരു മൈക്രോഫോണിൻ്റെ കാന്ത തരംഗങ്ങളിലേക്കൊഴുകി വീണ ഒരു പിടി ഗാനങ്ങൾ മലയാളിയെ കാൽപ്പനികതയുടെ കൽപ്പടവുകളിലിരുത്തി ജോൺസൺ കടന്നുപോയിട്ട് 13 വർഷം. ജോൺസന്റെ വിരൽത്തുമ്പിൽ ശ്രുതിമീട്ടിയ ഇണങ്ങളിൽ മലയാളിയുടെ മണ്ണും മനസ്സുമുണ്ടായിരുന്നു. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സങ്കടമായും, പൊന്നൊരുക്കും പൂക്കാലം സൗന്ദര്യമായും, അനുരാഗിണി ആത്മദാഹമായും നമ്മൾ അനുഭവിച്ചറിഞ്ഞു. പത്മരാജന്റെ തൂവാനത്തുമ്പികളിലെ ക്ലാരയുടെ സൗന്ദര്യത്തെ ക്യാമറ ഒപ്പിയെടുത്തപ്പോൾ അവളുടെ ഹൃദയവികാരങ്ങളെ പകർത്തിയെഴുതിയത് ജോൺസന്റെ പശ്ചാത്തല സംഗീതമായിരുന്നു. പ്രണയത്തിൻ്റെ മുന്തിരിത്തോപ്പുകളിൽ മാതളങ്ങൾ തളിർച്ചൂടിയതും, വിരഹത്തിൻ്റെ നെടുവീർപ്പുകളിൽ രാജഹംസങ്ങൾ സ്നേഹദൂതുമായി വന്നതും, തഴുകുന്ന കാറ്റിൻ താരാട്ടുപാട്ടിൻ വാത്സല്യമറിഞ്ഞതുമെല്ലാം ജോൺസന്റെ രാഗാർദ്രമായ ഹൃദയനിശ്വാസങ്ങളിലൂടെയായിരുന്നു.
വീണ എന്ന സംഗീതോപകരണം കൊണ്ട് ഒരാളെ ഇത്രമാത്രം ഭയപ്പെടുത്തുവാൻ കഴിയുമോ? കഴിയും. അത് ജോൺസൺ മാസ്റ്റർ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലൂടെ തെളിയിച്ചതാണ്. ആ ഭയത്തിന് ആഴം കൂട്ടാനെന്നോണം പണ്ടത്തെ കെട്ടുകഥകളിലെ യക്ഷി അണിഞ്ഞിരുന്ന ചിലങ്കയുടെ ശബ്ദവും. ദേവരാജൻ മാഷും ദക്ഷിണാമൂർത്തി സ്വാമിയും ബാബുരാജും രാഘവൻ മാഷുമൊക്കെ വാർത്തെടുത്ത മലയാള ചലച്ചിത്ര സംഗീത ശാഖയെ പിന്നീട് അങ്ങോട്ട് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് ജോൺസണും രവീന്ദ്രനും MG രാധാകൃഷ്ണനുമൊക്കെയായിരുന്നു. മലയാളത്തിൽ നിന്ന് മെലഡികൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന കാലത്താണ് ജോൺസന്റെ രംഗപ്രവേശം. പിന്നീടങ്ങോട്ട് ഭാവസൗന്ദര്യം തുടിച്ചു നിന്ന ഈണങ്ങളുടെ വസന്തമായിരുന്നു. യേശുദാസിൻ്റെയും ചിത്രയുടെയും സ്വരമാധുര്യം ജോൺസന്റെ ഈണങ്ങളുടെ ചിറകിലേറി വന്നപ്പോൾ മലയാളി മനസ്സുകൊണ്ട് മടങ്ങിപ്പോയത് സ്വന്തം അസ്തിത്വത്തിൻ്റെ ഭൂതകാലത്തിലേക്കായിരുന്നു. കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടായിരുന്നു മലയാളത്തിൽ ഹിറ്റുകളുടെ പെരുമഴ തീർത്തത്. ONVയോടൊപ്പവും ഒരു പിടി മികച്ച ഗാനങ്ങൾ സമ്മാനിച്ചു ജോൺസൺ. മുന്നൂറിലധികം മലയാള ചിത്രങ്ങൾക്ക് സംഗീതം ഒരുക്കിയിട്ടുള്ള അദ്ദേഹത്തെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. പശ്ചാത്തല സംഗീതം ഒരുക്കിയതിന് 2 തവണ ദേശീയ പുരസ്കാരം നേടുന്ന ഏക മലയാളിയാണ് ജോൺസൺ. കൂടാതെ കേരള സർക്കാരിൻ്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം 3 തവണയും മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം 2 തവണ ഗാനങ്ങൾ നമുക്ക് നൽകിയ ജോൺസൺ മാസ്റ്ററോട് വിധി പക്ഷേ ക്രൂരത കാട്ടി. 2011 ഓഗസ്റ്റ് 18 സംഗീതപ്രേമികളുടെ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് തൻ്റെ 58-ാം വയസ്സിൽ ജോൺസൺ മാസ്റ്റർ യാത്രയായി. ജീവിച്ചിരുന്നപ്പോൾ പ്രിയപ്പെട്ടവളെ പോലെ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ച ഗിറ്റാർ എന്നേക്കുമായി നിശ്ചലമായി. ജോൺസൺ ഇല്ലാത്ത 13 വർഷങ്ങൾ. ആ ശൂന്യത നമ്മളെ ഒരിക്കൽ പോലും അനുഭവിപ്പിച്ചിട്ടേയില്ല. കാരണം ആ മനുഷ്യൻ്റെ ഹൃദയതന്ത്രികളിൽ പിറവികൊണ്ട ഈണങ്ങൾ മലയാളിയുടെ മനസ്സിൽ മരണമില്ലാതെ ഇന്നും ശ്രുതി മീട്ടിക്കൊണ്ടേയിരിക്കുന്നു.